السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا أصحاب الوقت ويا صاحب الوقت أعلوا نيابة عنكم وأضعوا جبهتي تحت قدميكم وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസവും ആചാരവും എന്നും പ്രമാണബദ്ധമാണ്. പ്രമാണങ്ങൾ കൊണ്ട് ആരുടെ മുമ്പിലും സ്ഥിരപ്പെടുത്താവുന്ന ആശയങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത വിഷയങ്ങൾ വരുമ്പോൾ, പല രൂപത്തിലുള്ള ചർച്ചകളും വരുമ്പോൾ അതിൻ്റെ അന്തിമ വിജയം അഹ്ലുസുന്നത്തി വൽ ജമാഅക്കാകുമെന്ന് എല്ലാ കാലവും ഇവിടെ തെളിയിക്കപ്പെട്ടതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ അടുത്തുണ്ടായ പടച്ചോൻ പ്രയോഗ വിവാദം. ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൻ്റെ എല്ലാ ഭാഗവും പഠിച്ച് നേരത്തെ വിമർശിച്ചവർ തന്നെ അതിൽ നിന്ന് പിന്മാറുകയും അത് ബോധ്യപ്പെട്ടു എന്ന് നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത്. എന്തായിരുന്നു വിഷയത്തിൻ്റെ കാതലായ ഭാഗം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖാലിഖാണ്, റാസിഖാണ്, റഊഫാണ്, റഹീമാണ്. അങ്ങനെയുള്ള എല്ലാ സിഫത്തുകളും അള്ളാഹുവിൻ്റെതായ എന്തെല്ലാം അസ്മാ ഉണ്ടോ, സിഫാത്തുകളുണ്ടോ, അതെല്ലാം അവൻ്റേത് സ്വന്തമാണ്. അവനതെല്ലാം ദാത്തിയായി തന്നെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ഒരു സൃഷ്ടിക്കും അതിൽ കൂറില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവനോട് തുല്യനായ അല്ലെങ്കിൽ തുല്യമായ ഒന്നുമില്ല. മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖ്. നിരുപാധികം സൃഷ്ടികളോട് വ്യത്യസ്തനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസമാണ്, യാതൊരു തർക്കവുമില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം പറയുന്നിടത്ത് അവിടുത്തെ ദാത്തിലേക്ക് ഏത് വിശേഷണത്തെയും നിനക്ക് ചേർക്കാം. നസ്വാറാക്കൾ അവരെ നബിയെ സംബന്ധിച്ച് ദൈവപുത്രനാണ്, ഇലാഹാണ് എന്ന് വാദിച്ചു. അത് നീ ഒഴിവാക്കിയേക്ക്, അത് വേണ്ട എന്ന് ഇമാം ബുസൂരി പറഞ്ഞത് അത്ര സത്യം. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാട്. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ അൽ ഖലീഫത്തുൽ അഅ്ലമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൽ നിന്നുള്ള എന്തെല്ലാം കാര്യങ്ങൾ സൃഷ്ടിയിലേക്ക് എത്തുന്നുണ്ടോ അതെല്ലാം മുത്തു റസൂലിലൂടെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിന്റെ വാരിസീങ്ങളാണ് ഓരോ കാലത്ത് വരുന്ന അഖ്താബീങ്ങൾ, മശായിഖുമാർ. അപ്പൊ സ്വാഭാവികമായും അള്ളാഹുവിന്റെ ആ വിശേഷണങ്ങൾ, ആ പദങ്ങളിൽ, പ്രയോഗങ്ങളിൽ പലപ്പോഴും അംബിയാഇനെ കുറിച്ച്, ഔലിയാഇനെ കുറിച്ച് പ്രയോഗിക്കും. റഊഫ്, റഹീം, ഇതെല്ലാം അള്ളാഹിനെ കുറിച്ച് പ്രയോഗിച്ചതാണ്. ആ പദം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്.
അവിടെ എല്ലാവർക്കും അറിയാം ഔസുൽ ആദം റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കുറിച്ച് പ്രയോഗിക്കുമ്പോൾ ഉള്ള അർത്ഥമല്ല അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പഴയ കാലത്ത് പടച്ചുപോയ മുബ്തദീകൾ ഒരു വിവരവുമില്ലാതെ അല്പജ്ഞാനികളായി വന്ന് ഇതിൽ തർക്കമുണ്ടാക്കിയിരുന്നു. അല്ലാഹ് സഹായി, മുഹിയുദ്ദീൻ ശൈഖും സഹായി, അത് കുഫ്റല്ലേ ശിർക്കല്ലേ എന്നൊക്കെ ചോദിച്ചു വന്നിരുന്നു. അതിനൊക്കെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ആ ഘട്ടത്തിൽ തന്നെ എതിർത്ത് തോൽപ്പിച്ചതാണ്. അല്ലാഹ് റഊഫായ പോലെയല്ല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഊഫായത്. അല്ലാഹ് റഹീമായതുപോലെയല്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹീമായത്. എത്ര വ്യക്തമാണ് കാര്യം. ഇത് പഴയ കാലത്ത് തന്നെ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യമാണ്. അതിന്റെ ഇടയിലാണ് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഒരു പാട്ട് ഇവിടെ വന്നത്. ആ പാട്ട് മടവൂര് ഞങ്ങളുടെ പടച്ചോനാണ് എന്ന് ചോദിച്ചവരോട് നീ പറഞ്ഞോ എന്ന അർത്ഥത്തിലുള്ള ഒരു പാട്ട്. ഈ പാട്ട് വന്നപ്പോ നമ്മൾ പറഞ്ഞു മശായിഖിനെ കുറിച്ച് പാടുമ്പോ അത് ഹയാത്തിലുള്ള മശായിഖന്മാരോട് അന്വേഷിച്ചു വേണം, പദപ്രയോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി. അതെന്നും പറയാനുള്ളതാണ്. അതേസമയം ആ പാടിയത് കുഫറാണോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണോ അങ്ങനെ പറയാൻ പാടില്ല. ഇത് രണ്ടും ഒന്നിച്ചു പറഞ്ഞുകൊണ്ടാണ് അന്നും ഇന്നും എന്നും നമ്മളത് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ എപ്പോഴും പറയുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അതിലൊന്നും തർക്കല്ല. നസാറാക്കൾ അവരെ നബിയെ കുറിച്ച് പറഞ്ഞത് ഒഴിവാക്കിയേക്കണം, തർക്കമില്ലാതെ. മശായിഖിനെ കുറിച്ച് പാടുമ്പോൾ അവരോട് അന്വേഷിക്കണം. അതേ സമയത്ത് ഒരാൾ അങ്ങനെ പാടിയാൽ പദപ്രയോഗം നടത്തി എന്നതുകൊണ്ട് മാത്രം കുഫറിലേക്കും ശിർക്കിലേക്കും തള്ളിവിടാൻ പാടില്ല. അന്ന് ഈ വിവാദം വന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ആ ഭാഗം ഒന്ന് കേൾക്കുക. പലരും പിന്നെയും വസ്വാസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിക്കുന്നത്. പഴയ പ്രസംഗം. എന്തെങ്കിലും ഒരു കുഴപ്പം പറയണ്ടേ? ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് ഏതോ ഒരു പാട്ടുകാരൻ വന്ന് ഒരു പാട്ട് ഇപ്പോൾ വന്ന് ഇങ്ങനെ നോക്കിക്കാണ്. പണ്ടൊരു പാട്ട് വന്നിരുന്നു, ആരാ പടച്ചോനെന്നൊക്കെ ചോദിച്ചു. അതിനാദ്യം വിമർശിച്ചത് നമ്മളാ. അങ്ങനെ പാടാൻ പാടില്ല എന്ന് നമ്മളാണ് ആദ്യം പറഞ്ഞത്. ഉടനെന്തും പറഞ്ഞു, അങ്ങനെ ഒരാൾ പാടിയാൽ മുർത്തദ്ദായി കാഫിറായി എന്നൊന്നും പറഞ്ഞു വരും വേണ്ട. നമ്മളെ നിലപാട് വ്യക്തമായിരിക്കും. ഇന്നും അതന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് വളരെ കൃത്യമായി അന്നും ഇന്നും എന്നും നമ്മൾ നിലപാട് പറഞ്ഞതാണ്. ഇവിടെ നമ്മളൊരു വിഷയം പറയുമ്പോൾ അതിനെതിരിൽ പറയാൻ വേണ്ടി ചില ചാവേറുകൾ ഏത് കാലത്തും ഇറങ്ങി വരാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗുണകരമാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, നമ്മുടെ വിഷയം ഇവിടെ ആളുകളിലേക്ക് എത്തിക്കാൻ ഇത്തരം മറുപടി പറയുന്ന ആളുകൾ ഇറങ്ങി വരണം. നമ്മൾ അതിനെ സ്വാഗതം ചെയ്യും. കിതാബ് വെച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗം അല്ലെങ്കിൽ ഒരു ആധികാരിക, നമ്മൾ പറഞ്ഞതിനെ ആധികാരികമായി വിമർശിക്കാനുള്ള ശ്രമമാണെങ്കിൽ അതിനെയും നമ്മൾ ആധികാരികമായി തന്നെ ഗണ്ണിക്കും. അൽഹംദുലില്ലാ, ഇവിടെ ഇപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമായി, ആർക്കും വ്യക്തമാകുന്ന രൂപത്തിൽ കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. കഴിഞ്ഞ നന്ദിയിലെ പ്രസംഗത്തിൽ നമ്മളത് പറഞ്ഞിരുന്നു. വളരെ ശക്തമായി പറഞ്ഞപ്പോ അതിന് പിന്നെയും മറുപടിയായി വന്നു ഇബ്ലീസ് മൗലവി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ വിവാദം എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാൻ നമുക്ക് അതിന്റെ ഒരു ചെറിയ വിശകലനം നടത്താം. ആ പാട്ടെന്ന് വന്നു, അതിനെ സംബന്ധിച്ച് നമ്മൾ പറയാനുള്ളത് പറഞ്ഞു. ഇവിടെ ആ വിവാദം അവസാനിച്ചു. എന്നാൽ ഈ അടുത്ത് പല പ്രസംഗങ്ങളിലും ഇവരെ പല പാട്ടുകളും ഞാൻ കേൾപ്പിച്ചിരുന്നു. അതിൽ ഇവരെ നേതാക്കളെ കുറിച്ച് അള്ളാഹുവിന്റെ പല വിശേഷണങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മുഇസ്, മുദില്ല്, കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു നിയൽവാദിയായ മുസ്ലിയാരെ സംബന്ധിച്ച് മൗലാന എന്ന് പറയുന്നുണ്ട്, പാടുന്നുണ്ട്. മൗലാന എന്നത് അള്ളാഹുവിന്റെ വിശേഷണമാണ്.
അപ്പൊ അതെങ്ങനെ ഇയാൾക്ക് പാടാൻ പറ്റി? ഇയാളെ കുറിച്ച് മൗലാന എന്ന് പറയാമെങ്കിൽ മടവൂര് ശൈഖുനെ കുറിച്ച് പടച്ചോൻ ഖാലിഖ് എന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ഭയമില്ല. ഇത് നമ്മൾ പറഞ്ഞു. ഇതാണ് പുതിയ വിവാദത്തിന്റെ തുടക്കം. പലരെ ഇറക്കി നോക്കി, പലരെയും ട്രോളാനാക്കി നോക്കി. അതൊന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല. നമ്മൾ അതിന്റെ ആധികാരികതയിലേക്ക് കടന്നു. പലരും ഷമീർ മൗലവി എന്നറിയുന്ന ജമാഅത്തെ ഇസ്ലാമിന്റെ വലിയ നേതാവ് പേരോടിനെ ന്യായീകരിച്ചു വന്നു. അയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു. ആയത്തുകൊണ്ട് തന്നെ അയാളെ ഗണ്ണിച്ചു. അയാൾ പിന്നീട് വന്നിട്ടില്ല. അങ്ങനെ പലരും പിന്നെ ചാവേറാവാൻ തീരുമാനിച്ച ചിലർ വരണമല്ലോ. അപ്പോഴാണ് ഇത് നമുക്ക് വീണ്ടും സമർത്ഥിക്കാൻ പറ്റുക. എന്താ പുതിയ വിവാദത്തിന്റെ പശ്ചാത്തലം? പേരോടിനെ കുറിച്ചുള്ള ആ പാട്ടൊന്നുകൂടി. കനകനിലാവന്നെ. അപ്പൊ മൗലാന, ഇതാണ് നമ്മുടെ വിഷയം. മൗലാന പേരോട്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. മൗലാന എന്നത് അള്ളാഹിനെ കുറിച്ചുള്ള വിശേഷണം പറഞ്ഞ ഭാഗമാണ് എല്ലാവർക്കും അറിയാം. അൻത മൗലാന. നമ്മൾ ആമന റസൂൽ ഓതി നോക്കിയാൽ അൻത മൗലാന എന്ന് കാണാം. അള്ളാഹിനെ കൊണ്ട് പറയാണ് ഈ ഞങ്ങളെ മൗലാനയാണ്. ഹുവ മൗലാന വേറെ ആയത്തിലുണ്ട്. അപ്പോ ഈ ഇബ്ലീസ് മൗലവി രംഗത്ത് വന്നിട്ട് എന്ത് പറഞ്ഞു? വളരെ ശ്രദ്ധിക്കണം, പോയിന്റ് വളരെ വ്യക്തം. മൗലാന എന്നത് അള്ളാഹിനെ കുറിച്ച് മാത്രം പറയുന്ന പദപ്രയോഗമല്ല. അത് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടികളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ, മറുപടി കേട്ടോളൂ. ഇബ്ലീസ് മൗലവി വരട്ടെ. മൗലാന എന്ന പദം അള്ളാഹുവിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആ പദം പടപ്പുകൾക്ക് ഉപയോഗിച്ചതും ഹദീസുകളിൽ അടക്കം നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനു മാത്രം ഉപയോഗിക്കുന്ന പദമല്ല എന്ന് ചുരുക്കം. വളരെ വ്യക്തം. ഞങ്ങൾ ഇതിന്റെ ചങ്കില് പിടിക്കാന്നൊക്കെ പറയില്ലേ, ആ രൂപത്തിലാണെന്ന് കൈകാര്യം ചെയ്തത്. ചിലത് ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആ ഭാഗം എടുത്തിട്ടത്, ബോധപൂർവം. മൗലാന എന്ന പ്രയോഗം അള്ളാഹുവിനെ കുറിച്ച് മാത്രം പ്രയോഗിക്കുന്നതല്ല, അത് പടപ്പുകളെ കുറിച്ച് പറയും. അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്, ആയത്തിൽ വന്നത് ആ മൗലവിയും കൊണ്ടുവന്നല്ലോ. ശരി, ഇനിയിപ്പോ മൗലാന എന്ന് പറയാമെങ്കിൽ ഖാലിഖ് എന്നതിന്റെ അർത്ഥമായി വരുന്ന പടച്ചോൻ, അത് പദം എന്ന നിലക്ക് പ്രയോഗിക്കുന്നതിൽ എന്താ പ്രശ്നം? ഇതാണല്ലോ ഇവിടുത്തെ ചർച്ച വന്നത്. ഇനിവിടെ മൗലാന എന്നതുപോലെ തന്നെയാണ് ഖാലിഖ് എന്നതുമെങ്കിൽ വിവാദത്തിന്റെ ആവശ്യമില്ല. മൗലാന എന്നത് തന്നെയാണ് ഖാലിഖിന്റെയും ഭാഗമെങ്കിൽ ഒരാൾ ഖാലിഖ് എന്ന് ഒരു സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോ, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം വേറൊരു സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോ ഒന്നും നോക്കാതെ കണ്ണും പൂട്ടിയിട്ട് കാഫിറായി, കുഫറിലേക്ക് പോയി എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? ഈ ഖാലിഖ് എന്ന പദപ്രയോഗം പടപ്പുകളെ കുറിച്ച് പറയുന്നുണ്ടോ, ഇതങ്ങനെ പ്രയോഗിച്ചതാണോ എന്ന് നോക്കിയിട്ടേ അതിൽ തീരുമാനം പറയാൻ പാടുള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ എല്ലാരും കൂടി കുഫ്രാരോപണമായിട്ട് ഇറങ്ങി. ആ പാട്ടിനെ വിമർശിച്ചുകൊണ്ടാണ് ഖാലിഖ് എന്നത് സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് നിയൽവാദി പറഞ്ഞു. ഈ ഇബ്ലീസ് മൗലവി തന്നെ നമ്മള് പടച്ചോൻ എന്ന് പ്രയോഗം നടത്തിയപ്പോ കുഫറിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാ വന്നത്. ഈ പാട്ടിനെ വിമർശിച്ചാണ് പേരോടയിൽ ഇടപെടുന്നത്. പേരോടാ പറഞ്ഞ ഭാഗം കേൾപ്പിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. ഇതെന്തിനാ പറഞ്ഞേ? ഈ പാട്ടിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞതാ. ഒരു പാട്ടുകാരൻ പാടുന്നത് ഞാൻ കേട്ടു. ആ പാട്ടിൽ പറയുന്ന പടച്ചോൻ, അതിന്റെ അർത്ഥമാണ്, അതിന്റെ അറബിയാണ് മുമ്പ് പറഞ്ഞത് ഖാലിഖ്. അപ്പൊ ഖാലിഖ് എന്നൊരു സൃഷ്ടിയെ സംബന്ധിച്ചു പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. അവിടെയാണ് നമ്മൾ രണ്ടാമത് ഇടപെട്ടുകൊണ്ട് ചോദിച്ചത്, മൗലാന എന്നത് ഉപയോഗിച്ചാൽ എന്താ അതിന്റെ വിഷയം? അപ്പൊ ഇവര് പറഞ്ഞു,
മൗലാന എന്നുള്ളത് സിട്ടാവിന് ഉപയോഗിക്കുന്നത് പോലെ സിട്ടിക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ പദപ്രയോഗം നടത്തിയത് കൊണ്ട് വിഷയമല്ല. ഇവിടെ ഈ പാട്ട് കേട്ട അന്ന് തന്നെ പേരോട് പ്രസംഗിച്ചു. ഉള്ളാളത്തെ പ്രസംഗാണത്, പടിക്ക് പുറത്താണെന്ന് പറഞ്ഞു. അവിടെയാണ് വിഷയം, അവിടെയാണ് നമ്മൾ ഇടപെട്ടത്. മൗലാന എന്നത് പടപ്പുകളെ കുറിച്ച് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഖൽഖ് എന്നത് അഥവാ ഖാലിഖ് എന്ന പ്രയോഗം സൃഷ്ടികളെ സംബന്ധിച്ച് ആയത്തിൽ തന്നെ അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട്. അർത്ഥം വ്യത്യാസമുണ്ട്. ഏതുപോലെ മൗലാനന്റെ അർത്ഥം വ്യത്യാസപ്പെട്ട പോലെ പേരോടന്റെ അർത്ഥം വെച്ച് എന്റെ പ്രിയപ്പെട്ടവൻ സ്നേഹിതൻ എന്നൊക്കെയാണ് എന്നതുപോലെ ഖൽഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഒരു ഖൽഖ് ഉണ്ട്, അള്ളാഹുവിന്റെ ഖൽഖ്. അതേതാ? അദമിൽ നിന്ന് ഉജൂദിലേക്ക് കൊണ്ടുവരാം, ഇല്ലായ്മയിൽ നിന്ന് ഒരു വസ്തുവിനെ ഉണ്ടാക്കുക. ഇത് അല്ലാഹ്ക്കേ ഉള്ളൂ, അതിലാർക്കും തർക്കമില്ല. അതേ സമയത്ത് ഖാലിഖ് എന്ന് പ്രയോഗിച്ചത് കൊണ്ട് ആ അർത്ഥത്തിനാണെന്ന് വരൂല. ആ ഖാലിഖിന്റെ മലയാളമായ പടച്ചോൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഖൽഖിന്റെ ഈ മഅനാക്കാണെന്ന് വരൂല. ഖാലിഖ് എന്നത് പടപ്പിനും ഉപയോഗിച്ചിട്ടുണ്ട്. മൗലാന പോലതും വരികയാണ്. മൗലാന എന്ന് പറയുമ്പോ കുഫ്ർ വിധിക്കാൻ പറ്റൂല, രണ്ട് പ്രയോഗം ഉണ്ട് എന്നാ പറഞ്ഞത്. അതേ വിഷയം ഖാലിഖിലും. ഇന്നി അഖ്ലുഖു ലക്കും, ഈസാ നബി അലൈഹിസ്സലാം പറയാണ്, ഖുർആൻ ഉദ്ധരിച്ചതാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തരും, രൂപാന്തരപ്പെടുത്തി തരും. അപ്പൊ ഇത് രണ്ടും ഒരുപോലെ ആയില്ലേ? എന്തിനാ പാട്ടുകാരനെ കുറിച്ച് നിങ്ങൾ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താന്ന് പറഞ്ഞേ? എന്തിനാ ഞങ്ങളിത് പറഞ്ഞപ്പോ നിങ്ങൾ കുഫറിലേക്ക് പോയി എന്ന് പറഞ്ഞത്? അതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ ഞങ്ങൾ തെളിയിച്ചു കൊടുത്തു ഒരു കാര്യം. എന്താണത്? ഖാലിഖ് എന്ന പ്രയോഗം, ആ ലഫ്ള് അല്ലെങ്കിൽ അതിന്റെ മഅന, ഇത് അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞതിന്റെ പുറമെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഖാലിഖിയത്ത്, ഖൽഖ് ചെയ്യുന്ന ആളാവുക എന്ന പ്രയോഗം ഇമാമിങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനാണ് ഞങ്ങള് അൽ കമാലാത്തുൽ ഇലാഹിയ വായിച്ചത് അബ്ദുൽ കരീമുൽ ജിലി തങ്ങളുടെ. അതേപോലെ തന്നെ ജവാഹിറുൽ ബിഹാർ വായിച്ചു. അത് ആ കിതാബ് പോരാറിനപ്പോ അടുത്ത കിതാബ് വായിച്ചത്. ഒന്ന് കാണിച്ചു കൊടുക്ക്. ആ കിതാബിന്റെ ചട്ട, അതിന്റെ പേജ്, ഇതൊക്കെ നമ്മൾ എത്രയോ കാണിച്ചതാണ്. ഖാലിഖിയത്ത് എന്ന വിശേഷണം, വഅമ്മൽ ഖാലിഖ് ഫഇന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന മുത്തസിഫൻ ബിസിഫത്തിൽ ഖാലിഖിയ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാലിഖ് എന്ന വിശേഷണം ഉണ്ട്. അള്ളാഹുവിന്റെ വിശേഷണമാണത്. ആ വിശേഷണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നു, വദ്ദലീലു അലാ ദാലിക നബഉൽ മാഇ മിൻ ബൈനി അസ്വാബിഇഹി ഫഇന്നഹാ സിഫത്തുൻ ഖാലിഖിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ഖാലിഖിയത്ത് എന്ന വിശേഷണമുള്ളത് കൊണ്ടാണ്. അപ്പൊ ഖാലിഖ് എന്നത് സൃഷ്ടാവിന് പ്രയോഗിക്കുന്ന മാത്രമുള്ള പ്രയോഗമല്ല, അത് സൃഷ്ടികളിൽ ഉന്നതരായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രയോഗിക്കുന്നു. വളരെ കൃത്യമായ മറുപടി. വിഷയം തിരിച്ചുവിടാൻ ഇബ്ലീസ് മൗലവി എന്തോ ഒരു ഉണ്ടാക്കിയ ചോദ്യക്കേറ്റ് വന്നിരുന്നു. ഇവിടത്തെ നേരെ വിഷയമാണ് ഞങ്ങൾക്ക് സമർത്ഥിക്കേണ്ടത്. ഇവിടെ മൗലാന എന്നത് പറയാന്നുള്ള ഇനി ഇബ്ലീസ് മൗലവി അടക്കം പറഞ്ഞ എന്താ? മൗലാന എന്നത് പടപ്പുകളെ കുറിച്ചും സൃഷ്ടാവിനെ കുറിച്ചും ഹദീസിലും ആയത്തിലുമൊക്കെ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പറയാം. ഇനി അതിന്റെ നേരെ ഇപ്പുറത്ത് കിടക്കുന്ന ഖാലിഖിലോ, അവിടെ അതേ വിഷയല്ലേ വരണ്ടി. മൗലാന എന്നിടത്ത് പറഞ്ഞ ന്യായം എന്താ? അതന്നെയല്ലേടോ ഖാലിഖിലും വരേണ്ടത്. അവിടെ എത്തുമ്പോ പിന്നെ ഒരു മാറ്റി ചോദിക്കല്, അവിടെ അതല്ലേ ചോദിക്കണ്ടി. മൗലാന എന്ന് രണ്ടിടത്തും പ്രയോഗമുണ്ട്, ആയത്തിലും ഹദീസിലും. എന്നാൽ ഖാലിഖ് എന്നത് അങ്ങനെ വേറെ പ്രയോഗമുണ്ടോ? ഇതല്ലേ അന്വേഷിക്കണ്ടി. അതേ ഞങ്ങൾക്ക് നോക്കേണ്ടതുള്ളൂ. അത് ഖുർആനിൽ തന്നെ ഉണ്ട്, ഇമാമിങ്ങളെ കിതാബിലുണ്ട്. വിഷയം തിരിച്ചുവിടാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ പിന്നാലെ വരുന്നൊന്നും വിചാരിക്കണ്ട. ചോദ്യം വിഷയത്തിൽ നിന്നുകൊണ്ട് ചോദിക്കണം. പണ്ട് കോട്ടക്കൽ സംവാദത്തിന് ചെന്നപ്പോ
മൗലവി ചോദിച്ച ചോദ്യമൊക്കെ വിഷയത്തിന്റെ പുറത്തായി പോയി. ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല. ആ ചോദ്യം ഇവിടെ വിഷയമല്ല, തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞു. മൗലവി അന്ന് ചോദിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ളുഹ്ർ നിസ്കരിക്കൽ ശിർക്കാണ് എന്ന് മുത്തു റസൂല് പറഞ്ഞിട്ടുണ്ടോ എന്നാ ഒരു ചോദ്യം. നമ്മൾ അതിന്റെ ബാക്കിൽ പോവാ, പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യാം. ആ ചോദ്യം പോയി പണിവെക്കാൻ പറഞ്ഞു. ഞങ്ങളെ വിഷയം അതല്ല, തള്ളിക്കളഞ്ഞു അത് എന്ന് പറഞ്ഞ പോലെ മർമ്മത്തിലൂടെ ഞങ്ങൾ സഞ്ചരിക്കാം. അപ്പൊ മൗലാന എന്നതിന് താങ്കൾ പറഞ്ഞ ഞാൻ എന്താ? അത് പടപ്പിനെ കുറിച്ചും പ്രയോഗമുണ്ട്, അള്ളാഹിനെ കുറിച്ചുണ്ട്. അള്ളാഹിനെ കുറിച്ച് മാത്രല്ല, അതേ വിഷയമാണ് ഖാലിക്കിലുള്ളത്. അപ്പൊ അവിടെ വരേണ്ട വിഷയം എന്താ? അള്ളാഹിനെ കുറിച്ചും പടപ്പുകളെ കുറിച്ചും ഖാലിഖ് എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ടോ മൗലാനയെ പോലെ? അപ്പൊ നടത്തിയിട്ടുണ്ട് എന്ന് മറുപടി അള്ളാഹു തന്നെ നടത്തിയിട്ടുണ്ട്. അഖ്ലുഖുലക്കും ഈസാ നബിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അത് അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ റസൂലിനെ കുറിച്ച് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സംഭവം യൂസുഫിന്റെ ബഹാനി തങ്ങൾ ഉദ്ധരിച്ചു. ഇനി അതേ വിഷയം എ.പി. അബൂബക്കർ മുസ്ലിയാർ തന്നെ, എ.പി. ഉസ്താദ്, അദ്ദേഹത്തിന്റെ പഴയ കാലത്തെ ലേഖനം 60ാം വാർഷിക സോവനീർ, അതിൽ പറഞ്ഞു അല്ലാഹ്, റഹ്മാൻ എന്നീ വിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് പറയാൻ പാടില്ല, ഇതല്ലാത്തതെല്ലാം പറയാം. തുഹ്ഫയിൽ നിന്ന് എഴുതിയതാ മുപ്പരത്. തുഹ്ഫയിൽ പറഞ്ഞതിന്റെ പരിഭാഷയാണ് ഇതേ വിഷയം. ഞാൻ ഇന്നലെ വായിച്ചു അൽ യവാഖീത്ത് വൽ ജവാഹിറിൽ നിന്ന് ഇമാം ഷഅറാനി തങ്ങളുടെ. അപ്പോ ഖാലിഖ് എന്നത് ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് പറയുക എന്നത് കുഫ്റാണെങ്കിൽ ഖുർആനിൽ കുഫ്റുണ്ടെന്ന് വരും. അല്ലാമ അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ പറഞ്ഞത് കുഫ്റാണെന്ന് വരും. യൂസുഫിന്റെ ബഹാനി കുഫ്ർ പ്രചരിപ്പിച്ചു എന്ന് വരും. എ.പി. ഉസ്താദ് കാഫിറായ പ്രയോഗം നടത്തി എന്ന് വരും. ആകെ കുടുങ്ങൂല. നിങ്ങൾ എങ്ങോട്ടാ പോവാനുള്ളത്? എവിടുക്കാങ്ങൾ എത്തുക? എന്നിട്ട് അതിന്റെ ലാസ്റ്റ് ക്ലൈമാക്സ് എവിടെ ചെന്നെത്തി? ഈ വിഷയം ഞങ്ങൾ ചോദിച്ചപ്പോ അവസാനം ഇതെല്ലാം എടുത്തു പറഞ്ഞ മൗലവി, ഏത് ഇബ്ലീസ് മൗലവി, അയാള് തന്നെ വന്നിട്ട് പറഞ്ഞു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖാലിഖിന് അർഹനാണ്. അത് പറയുന്നതിലാണ് പ്രശ്നം. പോയില്ലേ? ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? അള്ളാന്റെ വിശേഷണമായ ഖാലിഖ് മറ്റൊരു സൃഷ്ടിക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് കുഫ്റാന്നാ പേരോട് പറഞ്ഞു. ഇയാൾ തന്നെ വന്നിട്ട് പറഞ്ഞു. അത് പറയാൻ കാരണമുണ്ട്. സഅദത്തുദ്ദാറൈൻ വായിച്ച് അസ്സ വജല്ലന്റെ ചർച്ച എടുത്തിട്ടു. ഞാൻ പറഞ്ഞു അസ്സ വജല്ല എന്നത് അള്ളാഹിനെ കുറിച്ച് ആ പേരിന്റെ കൂടെ പറയേണ്ടതാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ പറയേണ്ടത്. അതാ ചർച്ചയാണ്. അസ്സ വജല്ല എന്ന് പറയുന്നിടത്ത് തന്നെ നബഹാനി തങ്ങൾ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസീസാണ്, ജലീലാണ്, അതിൽ തർക്കമില്ല. ആ ചർച്ച നമ്മൾ ഇങ്ങനെ കെട്ടയച്ച് പറഞ്ഞു കൊടുത്തപ്പോ മൗലവി വന്നിട്ട് എന്ത് പറഞ്ഞു? വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഖാലിഖ് എന്ന വിശേഷണത്തിന് അർഹനാണ്. ആ ഭാഗം ഒന്ന് കൽപ്പിച്ചു കൊടുക്കുക. ഉദാഹരണം ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സ ജല്ല അഥവാ അസീസ്, ജലീല് എന്ന പേരിനൊക്കെ യോഗ്യനാണ്. എങ്കിലും നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോ അസ്സ വജല്ല എന്ന് പറയാറില്ല. എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാക്കാണ്. നിങ്ങൾ വളരെ കൃത്യമായി അയാൾ പറഞ്ഞു ഖാലിഖ് എന്ന വിശേഷണത്തിന് അർഹരാണ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഖാലിഖ് എന്ന് റസൂലിനെ കുറിച്ച് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ കാഫിറാന്ന മറ്റേ ആള് പറഞ്ഞ്. അപ്പൊ കാര്യം വളരെ വ്യക്തം. ഇനിയാണ് അതിന്റെ ഏറ്റവും വലിയ ഭാഗത്തേക്ക് ഞാൻ കിടക്കാൻ പോകണം. ഇപ്പൊ നല്ലൊരു കുടുക്കില നമ്മൾ കുടുക്കിട്ട്. കാരണം ഇന്ത്യ ഖുലുഖുലക്കും അല്ല പറയുന്നത് ഖാലിഖിയത്തുണ്ട് എന്ന് അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ പറയുന്നു. അത് യൂസുഫിന്റെ ബഹാനി തങ്ങൾ എടുത്തുദ്ധരിക്കുന്നു. അത് തന്നെ എ.പി. ഉസ്താദ് പറയുന്നു. അത് തന്നെ ഇമാം ഷഅറാനി തങ്ങൾ പറയുന്നു. അത് തന്നെ തുഹ്ഫയിൽ പറയുന്നു. അപ്പൊ മൗലാന എന്നത് പടപ്പിനും സൃഷ്ടാവിനും ഉപയോഗിക്കുന്നത് പോലെ ഖാലിഖ് എന്ന പദം രണ്ട് സ്ഥലത്തും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഒരാള് സൃഷ്ടിയെക്കുറിച്ച് ഖാലിഖ് എന്നോ അതിന്റെ അർത്ഥമായ പടച്ചോന് എന്നോ പറയുമ്പോഴേക്ക് അയാളെ കാഫിറാക്കല്ല. ചോദിക്കണം എന്താ ഉദ്ദേശിച്ചത്. അപ്പൊ ഉദ്ദേശം വ്യക്തമാക്കി തന്നാൽ പിന്നെ മിണ്ടാൻ പാടില്ല. ഇതല്ലേ നമ്മൾ പറഞ്ഞ്
നമ്മൾ പറയുന്നത് കേൾക്കാതെ കാഫിറാക്കാൻ വേണ്ടി വന്ന ടീമിന്റെ ഗതികേടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് വ്യക്തമായപ്പോ കുടുങ്ങിയല്ലോ, പ്രമാണങ്ങൾക്ക് മുമ്പിൽ കുടുങ്ങിയല്ലോ. അതന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പൊ ദാ ഇന്നലെ വന്നിട്ട് ഇന്ന് രാവിലെ വന്നിട്ട് ഇബ്ലീസ് മൗലവി പറഞ്ഞു, പേരോട് ആ പറഞ്ഞതിന്റെ അർത്ഥം അയ്യവാ അതല്ലേ വരണ്ടി. പേരോട് ആ പറഞ്ഞതിന്റെ മഅന ഏത്? ഖാലിഖ് എന്ന വിശേഷണം അല്ലാഹു തആലാക്ക് അല്ലാതെ ഒരു സൃഷ്ടിക്ക് ഉപയോഗിച്ചാൽ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അയാള് തന്നെ ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വരട്ടെ അതെന്നെ വരണ്ടി, ഞാൻ തന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കൊണ്ട് ഒന്നുകൂടി പറയിപ്പിക്കലായിരുന്നു ഞങ്ങളെ ലക്ഷ്യം. ഞങ്ങൾ തെളിക്കുന്ന വഴിക്ക് നിങ്ങൾ വന്നോളണം, അതാണ് ഖണ്ഡനം. ഈ ഒരു വഴി കാണിച്ചെന്ന് അതിലങ്ങളെ പോ, അതിനൊന്നും ഞങ്ങളെ കിട്ടൂല. ഞങ്ങള് റൂട്ട് വരക്കും, അതിലെ മര്യാദക്ക് വന്നോളണം. ഇപ്പൊ എന്താ പറഞ്ഞ്? ഖാലിഖ് എന്ന പ്രയോഗം നടത്തിയത് കൊണ്ട് ഇസ്ലാമിന്റെ പടിക്ക് പുറത്താവൂല. പേരോട് ഉദ്ദേശിച്ചത് യഥാർത്ഥ ഖൽഖ്, അല്ല ചെയ്യുന്ന ഖൽഖ്, അത് വേറൊരാൾക്ക് പറയാൻ പാടില്ല എന്നാണ്. അല്ലാത്ത അർത്ഥത്തിലുള്ള ഖാലിഖ് എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇന്നി അഖ്ലുഖുലക്കും തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതന്നെല്ലോ നമ്മളെ മുറാദ്, ഹസനൽ ഖസ്തു വൽ മുറാദ്. അതിനല്ലേ ഞങ്ങളും പറഞ്ഞ് ഇപ്പൊ കറക്റ്റായി മൗലാന എന്നുള്ള രണ്ട് പ്രയോഗമുണ്ട്. ഇതുപോലെ ഖാലിഖ് എന്ന പദം അതിന്റെ മലയാള പഠിച്ചവൻ, അത് രണ്ട് പ്രയോഗമുണ്ട്. അപ്പൊ ഒരാള് പറയുമ്പോഴേക്ക് കാഫിറാക്കരുത്, എന്താ ഉദ്ദേശം എന്ന് ചോദിക്കണം. ഇതല്ലേ ഞങ്ങൾ പഠിപ്പിച്ച നിങ്ങളെ. അതാ നേർക്ക് നേരെ വഴിയിൽ വരികയാണ്. പേരോട് എന്താ ഉദ്ദേശിച്ചത് എന്ന് ഇനി പറയാൻ പോവാണ് ഇബ്ലീസ്. പറയട്ടെ, ഇബ്ലീസ് മൗലവി എന്നത് ശരിയാണ്. പറയുന്നിടത്ത് ശ്രദ്ധിച്ചാൽ മതി, തെറ്റിദ്ധാരണ വരും. തെറ്റിദ്ധാരണൊന്നും ഞങ്ങൾക്ക് വരൂല. ശ്മശാനം വേറെ അന്വേഷിച്ചോ? എന്തൊരു സ്നേഹമാണ് എന്നോട്. എന്റെ ചങ്ങാതി, പേരോട് ഉസ്താദ് കുഫറാണെന്ന് പറഞ്ഞത് എന്താണെന്നും പേരോട് ഉസ്താദ് ഖാലിഖ് എന്ന് ഉപയോഗിക്കുന്നത് വേറെ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടെന്നും പേരോട് ഉസ്താദ് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സുന്നികളാകുന്ന ഞങ്ങളെ നിന്റെ ഉമ്മാക്കി കാണിച്ചു പേടിപ്പിക്കണ്ട. ഓ ഭയങ്കരം. എന്നിട്ട് പറഞ്ഞതെന്താ? തെറ്റിദ്ധാരണയൊന്നും ഞങ്ങൾക്ക് വരില്ല പോലും. ഒരു ദയനീയതയാണ് അയാൾ പ്രകടിപ്പിക്കുന്നത്. അതായത് ഞാൻ അയാളോട് പറഞ്ഞിരുന്നു, റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിഖ് എന്ന വിശേഷണത്തിന് അർഹരാണെന്ന് ഈ പറഞ്ഞില്ലേ. പേരോട് പറഞ്ഞത് എന്താ? ആ ഒരു സിട്ടിക്ക് ഖാലിഖ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഓം ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. അതുകൊണ്ട് മദനി ഒക്കെ പോയി. കാരണം അള്ളാന്റെ റസൂല് സിട്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സിട്ടി ഖാലിഖ് എന്ന വിശേഷണത്തിന് അർഹനാണെന്ന് പറഞ്ഞതോടുകൂടി പേരോടിന്റെ വിശ്വാസപ്രകാരം പടിക്ക് പുറത്തായി. എന്റെ ഭാര്യ എനിക്ക് ഹലാലല്ല, ശ്മശാനം വേറെ നോക്കിക്കോ. അപ്പൊ ഇയാൾക്ക് നന്നായി കൊണ്ട് പഠിച്ചവനെ ശ്മശാനം നോക്കണം, ഭാര്യന് വേറെ നോക്കണം, ഭാര്യന് നോക്കണം, എല്ലാരും നോക്കണല്ലോ. ഇപ്പൊ അത് കുടുങ്ങിയല്ലോ ഈ പേരോടിനെ കൊണ്ടുള്ള ഇടങ്ങാറ്. അപ്പൊ ഇയാള് പറയാ, അതിന് ഞാനിവിടെ ഖാലിഖിന് അർഹനെന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അതിന്റെ അർത്ഥമൊക്കെ ഞങ്ങൾക്ക് പേരോട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ വരി നിങ്ങള്, അതല്ലേ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന വൈക്കുകൾ വരി. എന്താ ഇനി അർത്ഥം നമുക്കൊന്ന് ഒന്നിച്ച് കേൾക്കാം. പേരോടിന്റെ ക്ലിപ്പ് ഇട്ടുകൊണ്ട് അയാൾ അതിന്റെ അർത്ഥം വ്യക്തമാക്കുന്നുണ്ട്. പറയട്ടെ. ഖാലിഖ് എന്ന പദം ഉപയോഗിക്കൽ കുഫറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഖാലിഖ് എന്ന പദം ഖുർആനിൽ മറ്റു പല അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. അല്ലാഹു മാത്രമാണ് ഖാലിഖ്, അല്ലാഹു മാത്രമാണ് പഠിച്ചവൻ, അല്ലാഹു മാത്രമാണ് സട്ടാവ്. വേറെ ഒരാൾക്കും ഇവിടെ എന്റെ ഈ കൈവിരൽ ഉയർത്തുന്നത് പോലും അല്ലാഹു സൃഷ്ടിച്ചിട്ടല്ലാതെ എന്നെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഞാൻ അതുമായി ഇടപെടുമ്പോൾ അല്ലാഹു അത് സൃഷ്ടിച്ചു തരണം. അതാണ് സുന്നത്തിന്റെ ആയത്ത്. ഖാലിഖുൽ അഫ്ആൽ, ഖാലിഖു കുല്ലി ശൈ, സർവ്വ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം, പരിശുദ്ധ ഖുർആനിൽ നേരത്തെ ഞാൻ ഓതി അന്നീ അഖ്ലുഖു ലക്കും മിനത്വീരി എന്ന് ഓതി. അതിന്റെ നേരെ അർത്ഥം ഞാൻ കളിമണ്ണിനാൽ സൃഷ്ടിക്കും. അവിടെ ആ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിൽ അല്ല, എന്ന അർത്ഥത്തിൽ പറഞ്ഞ ഒരു ഖൽഖ് എന്ന വാചകമാണ്. ഏതുപോലെ അഹ്സനുൽ ഖാലിഖീൻ എന്ന് ഖുർആനിലുണ്ട്. അതിനർത്ഥം അല്ലാത്ത കുറെ പഠിച്ചവന്മാരുണ്ട് എന്നല്ല. അത് മുസവ്വിരീൻ, അതേ രൂപപ്പെടുത്തുന്ന പലരുണ്ട് എന്നർത്ഥത്തിലാണ് അവിടെ ഖാലിഖ് എന്ന് പറഞ്ഞത്. എത്ര വ്യക്തമായിട്ട് ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട്. ഇതീ നൗഷാദ് കേട്ടിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ചോദ്യമാണ്, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് കുഫറാണോ?
അള്ളാഹു പറഞ്ഞ കുഫറാണോ എന്നൊക്കെ ചോദിക്കാൻ കൂടെ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ കോൾമയിർ അതന്നെ ആ ചോദ്യത്തിന്റെ ലക്ഷ്യം നിന്നെ കൊണ്ട് ഇത് പച്ചയായി ഒന്നുകൂടി പറയിപ്പിക്കലാണ്. അത് കറക്റ്റ് വൈക്കുക. ഇപ്പൊ എന്താ പറഞ്ഞേ? ഖൽഖ് എന്നതിനൊരു യഥാർത്ഥമായനയുണ്ട് അള്ളയിലേക്ക് ചേർത്തി നോക്കുമ്പോ. അതെന്താ? അദമിൽ നിന്ന് ഉജൂദിലേക്ക് കൊണ്ടുവരിക, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാവുക എന്നതിലേക്ക് കൊണ്ടുവരിക. ആ അർത്ഥത്തിൽ അല്ലാഹു അല്ലാത്ത ഒരു സൃഷ്ടിയെ കുറിച്ച് പറയാൻ പാടില്ല. കറക്റ്റ്, എല്ലാവർക്കും തർക്കല്ല, സമ്മതിച്ചതാണ് ഇവിടെ അഹ്ലുസുന്ന, അതിലേടെ തർക്കം. അതേ സമയത്ത് ഖാലിഖ് എന്ന പ്രയോഗം ഈ അർത്ഥത്തിൽ അല്ലാതെ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇന്നി അഖ്ലുഖു ലക്കും, അതാണ് അഹ്സനുൽ ഖാലിഖീൻ. കഴിഞ്ഞില്ലേ വിഷയം? അതേപോലെ മൗലാന പോലെ വന്നില്ലേ? മൗലാന എന്ന രണ്ടർത്ഥത്തിൽ, സൃഷ്ടാവിലേക്ക് നോക്കുമ്പോൾ ഒരർത്ഥം, പടപ്പുകളിലേക്ക് നോക്കുമ്പോൾ വേറെ അർത്ഥം. അതേ വിഷയം ഖാലിഖ് എന്നത് അതിന്റെ അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ടുള്ള അതിന്റെ മഅന, ആ മഅനയല്ല അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അതിന്റെ അർത്ഥം, പദപ്രയോഗം അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ പടച്ചോൻ എന്ന് പറഞ്ഞാലും അതിന്റെ അറബിയായ ഖാലിഖ് എന്ന് പറഞ്ഞാലും ഇത് രണ്ടും അള്ളാഹുവിലേക്ക് ചേർത്തി നോക്കുന്ന അർത്ഥമല്ലാതെ, ആ അർത്ഥം ഉദ്ദേശിക്കാതെ പടപ്പുകളെ കുറിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആനിൽ തന്നെയുണ്ട്, അത് പേരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതന്നെ ഞങ്ങൾക്കും കിട്ടണ്ടി. അല്ല ചങ്ങായി, പിന്നെ എന്തിനാ നിങ്ങള് ചാടി ആ പാട്ടുകാരനെ കാഫിറാക്കാൻ വന്ന്? അതാണല്ലോ ചോദ്യം. പിന്നെന്തിനാ നിങ്ങൾ ഞങ്ങള് ഖാലിഖാണ്, പടച്ചോനാണ് എന്ന് പറയുമ്പോഴേക്ക് കുഫ്ർ ചേർത്താൻ വന്നേ? ഇപ്പൊ മനസ്സിലായോ വീണത്? രണ്ട് പ്രയോഗമുണ്ട്. ആ രണ്ട് പ്രയോഗത്തിൽ ഞങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിന് പ്രയോഗിക്കുന്ന അർത്ഥത്തിലല്ല, അള്ളാഹുവിന്റെ ഖലീഫയാണ് എന്ന രൂപത്തിനാണ് ഈ പറയുന്നത്. ഞങ്ങൾ പറയുന്നുണ്ട്, വ്യക്താക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുഫർ പറയാൻ പോകണം. അതുകൊണ്ടാണ് ഈ പണിയൊക്കെ ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ചത്. സമ്പൂർണമായ ആയുധം വെച്ച് കീഴടങ്ങി നിങ്ങൾ. എന്നിട്ട് അയാളെ നമ്മളെ ക്ലിപ്പിട്ടിട്ട് പറയുന്നുണ്ട് അള്ളാനെ കുറിച്ച് പ്രയോഗിക്കുന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞതും പേരോട് പറഞ്ഞതൊന്നും. പോല് പറഞ്ഞ് ഞാൻ ന്യായീകരിക്കുകയാണ്. ഖാലിഖിന് അർഹെന്ന് അയാൾ പറഞ്ഞല്ലോ, അപ്പൊ അത് ആ അർത്ഥത്തിനല്ല. എന്താ ഉസാറ് അയാൾ പറഞ്ഞോട്ടെ. അല്ലാഹു ഇലാഹാണ്, അല്ലാഹു പടച്ചോനാണ്, ദൈവമാണ്, ആ രൂപത്തിലുള്ള അടിമ. അതാ അവിടെ പറഞ്ഞ അടിമ. അള്ളാഹു ഇലാഹാണ്, അള്ളാഹു പടച്ചോനാണ്, അള്ളാഹു പടച്ചോനാണ്, അള്ളാഹു പടച്ചോനാണ്. അതിന് നീ ഒരു അർത്ഥം ഉദ്ദേശിച്ചില്ലേ? ആ അർത്ഥത്തിലാണ് പേരോട് ഉസ്താദ് അവിടെ ഖാലിഖ് എന്നുപയോഗിച്ചത് എന്ന് വളരെ കൃത്യമായി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ചെങ്ങാതി ഇപ്പോഴും ആ ഭാഗം തന്നെയാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞു കിട്ടലല്ലേ ഞങ്ങൾക്ക് ആവശ്യം. അല്ലാഹു ഇലാഹാണ്, അല്ലാഹു ഖാലിഖാണ്, അല്ലാഹു റാസിഖാണ്, അല്ലാഹു പടച്ചോനാണ്, അല്ലാഹു റഹീമാണ് എന്ന് പറയുമ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് ആ അർത്ഥത്തിൽ സൃഷ്ടിക്ക് കൊടുത്താൽ കുഫറാണ്. അതിൽ തർക്കമല്ലല്ലോ മൂലം. അതിലാർക്കാ തർക്കം? അതിലാരവിടെ ഇഷ്കാലാക്കിയത്? അതേ അർത്ഥത്തിലുള്ള ഖാലിഖ് ആരവിടെ കൊടുത്തത് ഇവിടെ? അതേ അർത്ഥത്തിലുള്ള പടച്ചോൻ ആരാ കൊടുത്തത് ഇവിടെ? അതേ അർത്ഥത്തിലുള്ള റൌഫ് ആരാ പറഞ്ഞത് ഇവിടെ? ആരും പറഞ്ഞില്ല. പിന്നെ എന്തിനാ വിവാദം ഉണ്ടാക്കി? നിങ്ങൾ പറയുമ്പോ എങ്ങനെ വ്യാഖ്യാനിക്കണം? ഏത് ഇബ്ലീസ് മൗലവി പറഞ്ഞാലും പേരോട് പറഞ്ഞാലും അതിന് രണ്ടർത്ഥം ഉണ്ടെന്നും അതിങ്ങനെ ആ വിശദീകരണം ഇവിടെയാണ് കൊടുത്താ പോരോ. അതാ ഞങ്ങൾ പറഞ്ഞത്, ഇത് ഞങ്ങൾ ആഘോഷത്തിന്റെ ടൈമാ. നിങ്ങളെ കൊണ്ട് ശരിക്ക് ഞങ്ങള് വരപ്പിച്ചു കഴിഞ്ഞു. മൗലാന എന്നത് രണ്ടർത്ഥത്തിന് പ്രയോഗിക്കും. അതുകൊണ്ട് പേരോടിന് മൗലാന എന്ന് പറയാം. അയാൾ ഇതിൽ പെടില്ല. ആക്ക് വേറെ ചർച്ച, എന്റെ അസ്ലിയായ ചർച്ച ഇപ്പൊ നടക്കുന്നത്. ഇതുപോലെയാണ് ഖാലിഖ്. അല്ലാ എന്നതിൽ മാത്രം പ്രയോഗിക്കുന്ന അർത്ഥമുണ്ട്, അതിലൊരിക്കലും പ്രയോഗിക്കരുത്. സൃഷ്ടികളിൽ പ്രയോഗിക്കുമ്പോൾ അർത്ഥമുണ്ട്, അതിൽ പ്രയോഗിക്കാം. അപ്പൊ ഒരാൾ പാട്ടിൽ പടച്ചോൻ എന്ന് പാടി, അല്ലെങ്കിൽ ഖാലിഖ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രസംഗത്തിൽ പറഞ്ഞു, അതിനെ വിമർശിക്കാൻ പാടില്ല.
അതിനെ കുഫറിലേക്ക് ചേർക്കാൻ പാടില്ല. അതാ നമ്മളെ ഇവിടുത്തെ ഇപ്പത്തെ വിഷയം. കാഫിറാകുമെന്ന് പറയാൻ പാടില്ല. പറയാൻ പാടുണ്ട് എന്ന പേരോട് ഈ പ്രസംഗം തന്നെ നടത്തുന്നത്. പോളിഞ്ഞിലെ വിഷയം എന്തിനാ നിങ്ങളെ പറ്റിയതിൽ? ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വ്യക്തമായ ആദർശം. അപ്പൊ സൃഷ്ടാവിന് നൽകുന്ന അർത്ഥം, ആ അർത്ഥത്തിൽ ഒരു വിശേഷണവും ഒരാൾക്കും നടത്താൻ പറ്റില്ല. അത് തീർച്ചയായും ഞങ്ങൾ ആഘോഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ നിങ്ങളെ കെട്ടിയിട്ടുണ്ട്. ഈ വിവാദം ഒരുപാട് ആളുകൾക്ക് ഈ സംഭവം മനസ്സിലാക്കാനായി. നമ്മൾ ആഘോഷിക്കുന്നതിനെ അയാൾ പരിഹസിക്കുന്നുണ്ട്. ആ ഭാഗം കൂടി ഒന്ന് കേൾക്കാം. അതിനുള്ള അർഹതയുണ്ട്, യോഗ്യനാണെങ്കിൽ പോലും അത് പറയാൻ പാടില്ല. ചങ്ങായെ, ഖാലിഖ് എന്നുള്ള പേര്, നാമം, വിശേഷണത്തിന് ആര് അർഹരാണ്? മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് സാവിയത്തു സൂഫിയുടെ വിജയം. ഹബീബായ തങ്ങൾ ഖാലിഖ് എന്ന വിശേഷണത്തിന് അർഹനാണ്. അതാ പറഞ്ഞേ. പറയലല്ല ഇവിടുത്തെ വിഷയം. കാവിയത്തു സൂഫിയയുടെ വിജയമാണെന്ന് പറഞ്ഞ് മൂപ്പര ആഘോഷിക്കാൻ എന്താ പറഞ്ഞത്, ഏതാ പറഞ്ഞത്, ഒരു ചിന്തയില്ല. എന്തോ ഒന്ന് കേട്ടു ആഘോഷിക്കാൻ. കാരണം കൂടെ പിന്നിൽ കുറച്ച് കുഞ്ഞാടുകൾ ഇരിക്കുന്നുണ്ട്. അതെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ആ ഒരു മനോവിഷമമാണ് അത് സാവിയ എന്നൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു നോക്കുന്നത്. ഇതൊക്കെ പണ്ട് കാലത്ത് മൗലവിമാർ ഇറക്കി നോക്കിയ ഓരോ തട്ടിപ്പുകളാണ്. ഇബ്ലീസ് മൗലവി ഇതൊക്കെ ഞങ്ങൾ പണ്ടേ പ്രതികരിച്ച് മൗലവിമാരെ അടക്കി ഇരുത്തിയതാണ്. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പടച്ചോന്, ഖാലിഖ്, റാസിഖ്, റഊഫ്, റഹീം ഇതൊക്കെ അങ്ങോട്ട് പാടി അല്ലെങ്കിൽ പറഞ്ഞ ആളുകളെല്ലാം കൂടി കൊണ്ടുപോയി കുഫറും മുശ്രിക്കും ആക്കുമ്പോ ഞങ്ങൾ വിടുവോ? അപ്പൊ വിഷയങ്ങൾ വളരെ വ്യക്തമാണ്. മൗലാന എന്നത് രണ്ടിനും ഉപയോഗിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ഖാലിഖ് എന്നതും രണ്ടിനും ഉപയോഗിക്കാമെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം അല്ലാഹ് എന്ന പ്രയോഗത്തിൽ അള്ളാഹുവിന് ആ വിശേഷണം സമർപ്പിക്കുമ്പോൾ ഉള്ള അർത്ഥത്തിലല്ല. അത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ പാട്ടുകാരനും പാടിയിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയൂല. അങ്ങനെ വിശ്വസിച്ചാൽ അത് കുഫ്റുവാണ്, അതിന് തർക്കവുമില്ല. അള്ളാഹ്ക്കുള്ള അതേ രൂപത്തില് റഹീമാണ് റസൂൽ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലല്ലോ. അപ്പൊ എത്ര വിഷയങ്ങൾ വളരെ വ്യക്തമാണ് കാര്യം. അതുകൊണ്ട് ഈ വിവാദത്തിൽ മുസ്ലിം ജമാഅത്ത് അഥവാ AP സമസ്തായിസം ആയുധം വെച്ച് കീഴടങ്ങി ഞങ്ങൾ ആ പറഞ്ഞ മൗലാന പറ്റുമെങ്കിൽ ഖാലിഖും പറ്റുമെന്ന് പറഞ്ഞിടത്തെത്തി വളരെ കറക്റ്റായി ഈ വിഷയം എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് അതെത്തി. ഇൻഷാ അല്ലാഹ് പുതിയ വിഷയങ്ങൾ വല്ലതുമായി ഇതിൽ വന്നാൽ വീണ്ടും കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നീചന്മാരായ വ്യാജ ഉലമായിൽ നിന്ന് ഈ സമൂഹത്തെ കാക്കട്ടെ. കുഫറും ശിർക്കും ആരോപിച്ച് വഹാബികൾ ഇവിടെ നടത്തിയ ആ ഒരു പണി, അതിനോട് താബിയായി മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന ഈ വിഭാഗം, അവരെ ഷർറിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.